വൈകുന്നേരം കിടക്കുമെന്ന് ആര് കണ്ടു? സർദാരി പ്രസിഡന്റായി എന്ന വാർത്ത എന്റെ മുന്നിൽ പല്ലിളിച്ചു നിന്നു ഇന്നലെ. സർദാര് പാകിസ്ഥാൻ പ്രസിഡന്റ് ആകുമെന്നത് ആരെങ്കിലും ചിന്തിച്ചിരുന്നു? എന്നാൽ ആസിഫ് അലി സർദാരി പ്രസിഡന്റായി. എങ്ങനെ ആസിഫ് അലി സർദാരി പ്രസിഡന്റ് ആയിരുന്ന സാഹചര്യം എങ്ങനെ ഉണ്ടായി? ആസിഫ് അലി പോയിട്ട് നവാസ് പോലും ഒന്നുമാവാത്ത രൂപത്തിൽ ചരിത്രം ഒരു ടേണിംഗ് പോയിന്റിലേക്ക് വരികയായിരുന്നു. 10 ദിവസത്തിനുള്ളിൽ പാകിസ്ഥാൻ ഈ പെണ്ണിന്റെ കയ്യിൽ അമരുമെന്ന് പറഞ്ഞിരുന്നു. ഇന്നലെ ഈ കൊല്ലം ഈ ജനുവരിയിൽ അല്ലേ ഈ ജനുവരിയിൽ നിങ്ങൾ ചിന്തിക്കേ, 10 ദിവസം കൊണ്ട് പാകിസ്ഥാൻ ആ പെണ്ണിന്റെ കയ്യിൽ വരുമെന്ന് പറഞ്ഞിരുന്നു. ദി ബ്യൂട്ടി ഓഫ് ഈസ്റ്റ് എന്നാ പറഞ്ഞിരുന്നത്, കിഴക്കിന്റെ സുന്ദരി എന്ന് പറഞ്ഞിരുന്നു. എനിക്ക് തോന്നുന്നത് ചാൾസ് ഡയാനയ്ക്ക് ശേഷം ഇത്രയേറെ പത്രക്കാർ സൗന്ദര്യവും എടുത്തു പറഞ്ഞ ഒരാൾ ആഗോളതലത്തിൽ, പിന്നീട് അതിനിടയിൽ പത്രക്കാർ എടുത്തു പറഞ്ഞ ഒരാൾ ഈ ഭൂമിയിൽ ആ ഒരു സീസണിൽ വേറെ ഉണ്ടായിട്ടുണ്ടാവില്ല എന്നാണ്. ആ പെണ്ണിന്റെ പിറകെ പായിരുന്നു എല്ലാവരും. നിങ്ങൾ ചിന്തിക്കുക എന്തായി അവസ്ഥ? റാവൽപിണ്ടിയിലെ അവസാനത്തെ സമ്മേളനത്തിലേക്ക് കയറി 6:45 മഗ്‌രിബ് നിസ്കരിച്ചാവോ വളരെ ടൈറ്റ് ഷെഡ്യൂളായിരിക്കും. കാരണം 5-8 ദിവസം കൊണ്ട് രാജ്യം മുഴുവൻ നിങ്ങൾ ചിന്തിക്കണം, വളരെ ചിന്തിക്കണം. രാജ്യം 5-8 ദിവസം കൊണ്ട് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, ഉറക്കെ പറയാം, അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. എല്ലാവർക്കും അള്ളാഹു തല പുറത്തു കൊടുക്കട്ടെ. അള്ളാഹു കരുണാഭാരതിയാണ്, അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. 5-8 ദിവസം കൊണ്ട് രാജ്യം മുഴുവനും ഓടിയെത്തേണ്ടതായിരുന്നു. ഓടുക തന്നെയായിരുന്നു ഒരു ഓട്ടം. ഒന്ന് മാത്രല്ല അതിനേൽപ്പിക്കപ്പെട്ട സെക്രട്ടറിമാരും മറ്റു അംഗങ്ങളുമൊക്കെ പാർട്ടിയുടെ മറ്റ് പ്രധാനികളുമൊക്കെ പെട്ടെന്ന് പറയുന്നുണ്ടാകും. ഈ സമ്മേളനം നടക്കുമ്പോൾ തന്നെ അടുത്ത സമ്മേളനത്തിൽ പ്രസംഗം മറ്റുള്ളവരെ കൊണ്ട് തുടങ്ങിയിട്ടുണ്ടാവും. ഓടുകയായിരിക്കും. 6:45 ഇരുട്ട് പരന്നു. ഏഷ്യൻ രാജ്യങ്ങളിൽ ഇരുട്ട് പരക്കുന്ന നേരം ഞാൻ ബേനസീറിന്റെ മരണം കേട്ടപ്പോൾ ഉടനെ എന്റെ മനസ്സിലേക്ക് വന്നത് ഈ കവിതയാണ്. എനിക്ക് തോന്നുക ബേനസീറിന് വേണ്ടി നേരെ കവി പറഞ്ഞതാണോ? രാത്രിയുടെ ഇരുട്ട് മുറ്റിത്തുടങ്ങിയല്ലോ, നാളെ പ്രഭാതത്തിലേക്ക് നീ ബാക്കിയുണ്ടാകുമോ എന്ന് ചിന്തിക്ക്. തുഅമ്മിലു എന്ന് പറഞ്ഞാല് കേവലം അത് സംബോധന ക്രിയയിലും ആക്കാം. ഇനി വേണമെങ്കിൽ അതിനെ സ്ത്രീലിംഗ ക്രിയയിലും കൊണ്ടുവരാം. തുഅമ്മിലു ഫിദ്ദുനിയ, കൊതിച്ചോടുകയല്ലേ മനുഷ്യ നീ എന്നാണ്. ഇനി ഇങ്ങനെയും പറയാം തുഅമ്മിലു ഫിദ്ദുനിയ, ദുന്യാവിൽ കൊതിച്ചു പായുകയാണ് അവൾ പാഞ്ഞുകൊണ്ടിരിക്കുന്നു. തുഅമ്മിലു ഫിദ്ദുനിയ ത്വീലൻ വലാ തദീരി, അവൾ അറിയുന്നില്ലല്ലോ ഇദാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജീരി. ആ രാത്രിയുടെ ഇരൾ ഇങ്ങനെ മുറ്റി വരികയാണ്. ആ രാത്രി കഴിഞ്ഞാൽ അടുത്ത പ്രഭാതത്തിൽ അവൾ ജീവനോടുകൂടെ ഉണ്ടാകുമോ എന്ന്. ആ സമ്മേളനത്തിലേക്ക് ആ സ്ത്രീ കയറിയപ്പോൾ അവസാനമായി തന്റെ ചുണ്ട് മിനുക്കുന്ന ചിത്രം അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ അച്ചടിച്ചു വന്നിരുന്നു. ലിപ്സ്റ്റിക് കൊണ്ട് തന്റെ മനോഹരമായ ചുണ്ടുകൾ മനോഹരമാക്കുന്ന കാഴ്ച വന്നിരുന്നു. എന്നാൽ വളരെ നിങ്ങൾ ചിന്തിക്കണം മുസ്ലിമീങ്ങളെ, എന്തായി ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ ചുണ്ടിന്റെ അവസ്ഥ? അള്ളാഹു കാക്കട്ടെ. ഖബർ മറവ് ചെയ്യുന്നവർക്ക് ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇതിങ്ങനെ നീക്കിയിട്ട് ലേശം അവിടെ അങ്ങനെ പൊട്ടിച്ച് ഇങ്ങനെ ചേർത്ത് വെക്കും. ചെരിഞ്ഞിങ്ങനെ കിടക്കും. നേരെ കഅബ ആലയത്തിലേക്ക് ഒരു പക്ഷേ അതിന്റെ നേരത്തെയുള്ള നമസ്കാരം, ഈ മരണത്തിന്റെ വക്തിലുള്ള നമസ്കാരം ഈ മനുഷ്യൻ മറന്നിരിക്കാം. എന്നാൽ അവൻ തിരിയാൻ മറന്നിരുന്ന ഖിബിലയിലേക്ക് അവനെ തിരിച്ചു കിടത്തും. അഖബിലയിലേക്ക് തിരിച്ചു ഫവല്ലി വജ്ഹക ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാ ഫലനുവല്ലിയന്നക ഖിബലതൻ തർലാഹ
ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം. കഅബാലയത്തിന്റെ ഭാഗത്തേക്ക് തിരിച്ചെടുക്കും. ഒരുപക്ഷെ ഈ വ്യക്തി ആ വഖത്ത് പോലും മറന്നിട്ടുണ്ടാവും. എന്നാൽ താൻ മറന്നിട്ടുള്ള കാര്യം ആ ഖിബലയിലേക്ക് അവനെ തിരിച്ചിങ്ങോട്ട് കിടത്തിയിട്ട് ലേശയിലങ്ങനെ പൊട്ടിക്കും. 30 കൊല്ലം സൗദി ഭരിച്ച മനുഷ്യനെയും അങ്ങനെയാ ചെയ്തിട്ടുള്ളത്. ലോകം കണ്ട പണക്കാരിൽ 3-ാമത്തെ ആളായിരുന്നു ആ മനുഷ്യൻ. ഫഹദ് ബിൻ അബ്ദുൽ അസീസ് എന്ന സൗദി ഭരിച്ചിട്ടുള്ള ആധുനിക സൗദിയുടെ ശില്പിയായ മനുഷ്യൻ. ആ മനുഷ്യനെയും അങ്ങനെയാണ് ഖബറിൽ വെച്ചത് എന്ന യാഥാർത്ഥ്യം നമ്മൾ ചിന്തിക്കും. ചുരുക്കത്തിൽ മുസ്ലിമീങ്ങളെ അങ്ങനെ ഖബറിൽ കൊണ്ടുപോയി മറവ് ചെയ്തു കഴിഞ്ഞാൽ എല്ലാ മൂടുകളിൽ വെച്ചു നിങ്ങൾ വളരെ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. ആ മനുഷ്യനെ ഈ ഭൂമിയിലെ പ്രത്യക്ഷവുമായി നമ്മൾ ഇങ്ങനെ അവസാനിപ്പിക്കാം. വെച്ച് 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 കല്ല് വെച്ച് വല്ല് വെച്ച് അതങ്ങനെ തീർക്കാം. എന്നിട്ട് എന്തുണ്ടാകും? ഇതാ ഉഖ്ബിറൽ മയ്യിതു ഖാലൻ നബിയു, ഇതാ ഉഖ്ബിറൽ മയ്യിതു, ഒരാളെ മറവ് ചെയ്താൽ അതാഹു മലക്കാനി അസ്വദാനി അർസഖാനി, നീലക്കണ്ണുകളുള്ള അതിശക്തമായ കറുപ്പുള്ള 2 മലക്കുകൾ അവന്റെ അരികിൽ വരുമെന്ന് ഖാല റസൂലുള്ളാഹി. അവന്റെ അരികിൽ വരും. എന്നിട്ട് അവനോട് ചോദിച്ചുകൊണ്ടേയിരിക്കും. വിശ്വാസികൾ വളരെ ഗൗരവമായി ചിന്തിക്കണം. അവനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുന്ന പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ ഹബീബായ റസൂൽ പറയാ. ഉടനെ അവനോട് ചോദിക്കും, മാ തഖൂലു മർ റബ്ബുക വമാ തഖൂലു ഫീ ഹാദർ റജുലി, നിന്റെ റബ്ബാണ് ആരാണ് എന്ന് ചോദിക്കും. എന്ന് മാത്രമല്ല വമാ തഖൂലു ഫീ ഹാദർ റജുലി, അവനെ പിടിച്ചിരുത്തും. ശ്രദ്ധിക്കണം, അവനെ ഖബറിൽ വരും, എന്നിട്ട് പിടിച്ചിരുത്തും. എങ്ങനെയാണെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട. ഈ പ്രപഞ്ചത്തെ ഒരു തുള്ളി വെള്ളം ഞാൻ നിങ്ങളോട് മിനിഞ്ഞാട് പറഞ്ഞിട്ടുണ്ട്, ഒരു തുള്ളി വെള്ളം കിട്ടിയ ഗർഭപാത്രത്തെ 4-5 കിലോ തൂക്കമുള്ള കുട്ടിക്ക് വലുതാക്കിയത്. നിങ്ങളത് ചിന്തിക്കണ്ട. അവനാണ് കഴിവുള്ളവൻ, അവനാണ് അധികാരി. മനുഷ്യരെ, ഇതൊന്നും നമ്മുടേതല്ല. അതുകൊണ്ട് അവനാണ് അധികാരി എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതെങ്ങനെ ഇത്ര പോണ ഒരു ഖബറിൽ പിടിച്ചിരുത്തൽ എങ്ങനെയെന്ന് നിങ്ങൾ ചിന്തിക്കണ്ട. മനസ്സിലായില്ല നിങ്ങൾക്ക്? ഒരു തുള്ളി വെള്ളം, അതിന്റെ തന്നെ ഒരു വളരെ ചെറിയ അണ്ഡാശയത്തിലെ വളരെ ചെറിയ ഒരു കീടവുമായി ഈ പുരുഷ ശുക്ലത്തിന്റെ വളരെ ചെറിയ ഒരു കീടം യോജിക്കുക, ബാക്കിയൊക്കെ വേസ്റ്റായി തട്ടിക്കളയും. അത് വളരെ സൂക്ഷ്മം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ബേസിക് സെല്ല് എന്ന് പറയുന്നത് സത്യത്തിൽ ഒരാൾക്ക് സൂക്ഷ്മദർശിനിയിലല്ലാതെ കാണാൻ സാധ്യമല്ല. അത്രയും ചെറിയ സെല്ലാണ് ആദ്യമായി അവിടെ നിക്ഷേപിക്കുന്നത്. അത് പിന്നീട് എന്ത് ചെയ്യും? അതിൽ നിന്നാണ് 4-5 കിലോ തൂക്കമുള്ള കുട്ടിയെ പുറത്തു തരുന്നത്. അങ്ങനെയുള്ള റബ്ബുണ്ടല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് കഴിയാത്ത കാര്യം എന്താ? ഖുതിലൽ ഇൻസാനു മാ കഫറ മിൻ അയ് ഷൈഇൻ ഖലഖ മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറ. അപ്പോൾ അങ്ങനെയുള്ള റബ്ബിനെ ഇവിടെ ഇങ്ങനെ ഒരു പ്രവർത്തനം നടത്തുക എന്നത് വളരെ നിസ്സാരപ്പെട്ട കാര്യമാണ്. നമ്മൾ മനസ്സിലാക്കണം. പിടിച്ചിരുത്തും. എന്നിട്ടോ അവനോട് ചോദിക്കും, അമർ റബ്ബുക, നിന്റെ റബ്ബാരാണ്? പിന്നെയോ മാ തഖൂലു ഫീ ഹാദർ റജുലി, ഹബീബായ റസൂലുള്ളാഹി അങ്ങോട്ട് ശ്രദ്ധിക്കുക. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. ഇങ്ങനെ ചോദിക്കാം, മാ തഖൂലു ഫീ ഹാദർ റജുലി, ഈ ആളെ പറ്റി നീ എന്ത് പറയുന്നു എന്ന് ചോദിക്കും. ഈ ആളെ പറ്റി എന്ത് പറയുന്നു? ആരെ കാണിക്കും? ഹബീബായ മുഹമ്മദ് നബി, ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, സന്ദേശം കൊണ്ടുവന്ന മുഹമ്മദ് നബി. അപ്പോൾ ഫയഖൂലു, ഉടനെ അവൻ ഇദാകാന മുഅ്മിനൻ, അവൻ മുഅ്മിനാണെങ്കിൽ ഫയഖൂലു, അവൻ പറയും, ഹുവ അല്ലാഹു റബ്ബി ഹുവ അബ്ദുല്ലാഹി വറസൂലുഹു അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഈ മനുഷ്യൻ അല്ലാഹു എന്റെ റബ്ബാണ്. മുഅ്മിനായ മനുഷ്യനാണെങ്കിൽ സയ്യിദുനാ ഉമർ, ശ്രദ്ധിക്കണം കേട്ടോ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഹബീബ റസൂലുള്ളാഹി ഈ സംഭവം ചോദിക്കും. ഈ സംഭവം പറയും മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം,
അപ്പോൾ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കും ഹബീബ നബിയോട്, യാ റസൂലല്ലാഹ്, എന്നെ ഖബറിൽ കിടത്തിയിട്ട് ഇവരെന്നെ